ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി റൈസാണ്. ഇവിടെ 2 ഗ്ലാസ് അരി ഒരു 20 തൊട്ട് 30 മിനിറ്റ് കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കാവേ. ഞാനിവിടെ ആദ്യമായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. കുക്കിംഗ് ഓയിൽ. എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് ബട്ടർ ഇട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഈ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 2 to 3 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അരി ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ നന്നായിട്ട് വറുത്തെടുത്തു. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാമേ. സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂണുള്ള എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വരും. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞെടുത്തത്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറിയ ക്യൂബുകളാക്കി അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബുകളാക്കി അരിഞ്ഞെടുത്തതാണ്. അത് വാഷ് ചെയ്തെടുത്ത് വെച്ചതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ 1.25 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇടേണ്ടവർക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു 200 ഗ്രാം സ്പിനാച്ച് ഞാൻ ഇന്നലെ കഴുകി വെച്ചിരുന്നു. വെള്ളമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഞാൻ വെജിറ്റബിൾ ഏകദേശം 3 to 4 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇതിപ്പം ഒന്ന് ലെവലാക്കി വെച്ചു. അതിലേക്ക് ഞാൻ ഈ അരി വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് ഞാൻ അളന്ന് തന്നെ ഒഴിക്കുന്ന തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏത് കപ്പിനാണോ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ 1.5 കപ്പ്. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു 4 മുട്ട, ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. കാരണം നമ്മൾ ചോറിന് ഉപ്പിട്ടിട്ടില്ല. അപ്പം അതിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ.
നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നോക്കാം, കരിഞ്ഞു പോകാൻ നോക്കണം. വെള്ളം വറ്റി പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിട്ട് വാങ്ങണം. ഫ്ലെയിം ലോയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, നന്നായിട്ട് ആക്കിയിട്ട് നമുക്ക് ഇതിനി ഇളക്കിയെടുക്കാവുന്ന. ഇതുണ്ടോ, ആ വെജിറ്റബിളിൻ്റെ എല്ലാം കൂടെ നല്ല ടേസ്റ്റും ഉണ്ട്, പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ മുട്ട മോളി മാത്രമേ ഉള്ളൂ, വെജിറ്റബിൾസാണ് താഴെ മൊത്തം ഉള്ളത്. അപ്പോൾ ആ വെജിറ്റബിൾസും റൈസുമായിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. ഇപ്പം വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നല്ല സൂപ്പർ സാധനമാണ്. വലിയ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും നമുക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സൈഡ് ഡിഷായിട്ട് ഇത്തിരി സാലഡും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട, നമുക്ക് കറി ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡെലീഷ്യസ് റൈസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ റൈസാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒട്ടും സ്പൈസി ഇല്ല. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം.